Hi friends, നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പൊസിഷൻ ആൻഡ് ടേം, സ്ഥാനവും പദവും. അതായത് ഒരു സീക്വൻസ് എടുക്കുന്ന സമയത്ത് ആ സീക്വൻസിലെ രണ്ട് ടേംസും ആ രണ്ട് ടേംസിന്റെ പൊസിഷൻസും ആ സീക്വൻസിലെ കോമൺ ഡിഫറൻസും ഇത് മൂന്നും ചേർന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു ശ്രേണി എടുക്കുമ്പോൾ ആ ശ്രേണിയിലെ രണ്ട് പദങ്ങളും ആ പദങ്ങളുടെ സ്ഥാനവും ആ ശ്രേണിയുടെ പൊതുവ്യത്യാസവും മൂന്നും ചേർന്ന ഒരു സമവാക്യം. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒരു സീക്വൻസ് എഴുതിയിട്ടുണ്ട്. ഇത് 5ന്റെ മൾട്ടിപ്പിളിനെയാണ് സീക്വൻസ് ആക്കി എഴുതിയത്. 5, 10, 15, 20, 25, 30, 35, 40, 45. ഇതിന് പൊസിഷൻ ടേം ആക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. സ്ഥാനം പദം. ഫസ്റ്റ് പൊസിഷനിലെ ടേം 5, സെക്കൻഡ് പൊസിഷനിലെ ടേം 10, തേർഡ് പൊസിഷനിലെ ടേം 15, ഫോർത്ത് പൊസിഷനിലെ ടേം 20, ഫിഫ്ത്ത് പൊസിഷനിലെ ടേം 25, സിക്സ്ത് പൊസിഷൻ 30, സെവൻത്ത് പൊസിഷൻ 35, എയ്ത്ത് പൊസിഷൻ 40, നയൻത്ത് പൊസിഷൻ 45. ഇങ്ങനെ മാറ്റിയത്. ഇനി നിങ്ങൾ നോക്കേണ്ടത്, ഞാനിവിടെ തേർഡ് പൊസിഷനിലെ ടേമിൻ്റെ അകത്തുനിന്ന് എയ്ത്ത് പൊസിഷനിലെ ടേമിലേക്ക് ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ തേർഡ് പൊസിഷനിലെ ടേം ഏതാ? 15 അല്ലേ? 15 ആണ് തേർഡ് പൊസിഷനിലെ ടേം. ഈ തേർഡ് പൊസിഷനിലെ ടേമിനകത്ത് നിന്നും നമുക്ക് എങ്ങനെ എയ്ത്ത് പൊസിഷനിലെ ടേം കിട്ടും നോക്കാം. 15 ആണ് തേർഡ് പൊസിഷനിലെ ടേം. ഈ 15ന്റെ കൂടെ ഏതോ ഒരു സംഖ്യ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എയ്ത്ത് പൊസിഷനിലെ ടേം. ഏത് സംഖ്യയാണ് ആഡ് ചെയ്യേണ്ടതാണ് നോക്കേണ്ടത്. നിങ്ങൾ നോക്കിയോ, ഈ 15ന്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 20 കിട്ടി. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? d = 5 ആണ്. രണ്ട് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 25 കിട്ടി. മൂന്ന് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 30 കിട്ടി. നാല് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 35 കിട്ടി. 5 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 40 കിട്ടി. അപ്പൊ എന്താ? 15ന്റെ കൂടെ 5 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 40 കിട്ടിയത്. 15 + 5 × 5 ആണ് 40. അപ്പൊ 15ന്റെ കൂടെ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ കിട്ടും? എയ്ത്ത് ടേം അല്ലേ? തേർഡ് ടേമിന്റെ അകത്തുനിന്നല്ലേ എയ്ത്ത് ടേമിലേക്ക് പോയ 8 - 3 എത്രയാ? 5. അപ്പൊ 15 + 5 × ആ കോമൺ ഡിഫറൻസ്. അതാണ് 15 + 5 × 5 എത്രയാ? 5 × 5 25, 25 + 15 40. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കിക്കോ, സെക്കൻഡ് പൊസിഷനിലെ ടേം 10. സെക്കൻഡ് പൊസിഷനിലെ ടേമിന്റെ അകത്തുനിന്ന് ഞാൻ സെവൻത്ത് പൊസിഷനിലെ ടേമിലേക്കാണ് ആരോ മാർക്ക് ഇട്ടത്. അപ്പൊ സെക്കൻഡ് പൊസിഷനിലെ ടേമിന്റെ അകത്ത് എങ്ങനെ സെവൻത്ത് പൊസിഷനിലെ ടേം കിട്ടും നോക്കാം. സെക്കൻഡ് പൊസിഷനിലെ ടേം എത്രയാ? 10. 10ന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് സെവൻത്ത് പൊസിഷനിലെ ടേം ആയ 35 കിട്ടുക? 10ന്റെ കൂടെ എത്രയോ തവണ നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു, പൊതുവ്യത്യാസം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 35 കിട്ടുക. എത്ര തവണ? ആദ്യം 10ന്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 15 കിട്ടി. രണ്ട് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ 20 കിട്ടി. മൂന്ന് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ 25 കിട്ടി. നാല് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ 30 കിട്ടി. 5 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോൾ 35 കിട്ടി. അപ്പോൾ സെക്കൻഡ് ടേമിന്റെ കൂടെ 5 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? സെവൻത്ത് ടേം കിട്ടിയത്. അതായത് സെക്കൻഡ് ടേം ആയ 10 + 5 × കോമൺ ഡിഫറൻസ് എത്രയാ? 5. അതാണ് സെവൻത്ത് ടേം. എത്രയാ? 10 + 5 × 5, 5 × 5 25, 25 + 10 35. അപ്പൊ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? ഇവിടെ സെക്കൻഡ് ടേമിൽ നിന്നാണ് നമുക്ക് സെവൻത്ത് ടേം ആണ്, സെക്കൻഡ് ടേമിൽ നിന്ന് സെവൻത്ത് ടേം ആണ് കിട്ടേണ്ടത്. അപ്പൊ 7 - 2 5. അപ്പൊ 10 + 5 × 5 35. അപ്പൊ ഇവിടെ ഫസ്റ്റ് പൊസിഷനിലെ ടേം 5 ആണ്. അതിൽ നിന്നും നയൻത്ത് പൊസിഷനിലെ ടേം ആയ 45ലേക്കാണ് ആരോ മാറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിലെ ടേം ആയ 5ൽ നിന്നും എങ്ങനെ നമുക്ക് നയൻത്ത് പൊസിഷനിലെ ടേം ആയ 45 കിട്ടും നോക്കാം. 5ന്റെ കൂടെ ഏത് ടേം ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? 5ന്റെ കൂടെ നമ്മൾ എത്രയോ തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് 45 കിട്ടുക. അപ്പൊ എത്ര തവണ ആഡ് ചെയ്യേണ്ടത് നോക്കാം. 5ന്റെ കൂടെ ഒരു തവണ ആഡ് ചെയ്താൽ നമുക്ക്
സെക്കൻഡ് ടേം കിട്ടും. രണ്ട് തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ തേർഡ് ടേം കിട്ടും. 3 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഫോർത്ത് ടേം കിട്ടും. 4 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഫിഫ്ത്ത് ടേം കിട്ടും. 5 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സിക്സ്ത് ടേം കിട്ടും. 6 തവണ ആഡ് ചെയ്താൽ സെവൻത്ത് ടേം. 7 തവണ ആഡ് ചെയ്താൽ എയ്ത്ത് ടേം. 8 തവണ ആഡ് ചെയ്താൽ നയൻത്ത് ടേം. സോ 5 എന്ന ഫസ്റ്റ് ടേമിന്റെ കൂടെ 8 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? നയൻത്ത് ടേം ആയ 45. 5 plus 8 into 5. 8 into 5 40. 40 plus 5 45. അപ്പോൾ നമ്മൾ എത്ര തവണയാണ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടത് എങ്ങനെ നോക്കിയാൽ മതി? പൊസിഷൻ ഡിഫറൻസ് നോക്കിയാൽ മതി. നയൻത്ത് ക്വസ്റ്റ്യനിലെ ടേം ആണ് കിട്ടേണ്ടത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്നും. അപ്പോൾ 9 - 1 8. 8 തവണയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് ഈ തേർഡ് ടേമും എയ്ത്ത് ടേമും നമ്മളുടെ റിലേഷൻ എടുത്ത് എഴുതി നോക്കാം. തേർഡ് ടേം നമുക്ക് ഇങ്ങനെ എഴുതാം, x3 is equal to 15. എയ്ത്ത് ടേം x8 is equal to 40. ഇവിടെ 15 plus 5 into 5 is equal to 40. ഈ 15 എന്ന് പറഞ്ഞാൽ നമ്മുടെ തേർഡ് ടേം ആണ് x3 plus 5 into 5 ഫസ്റ്റ് ഈ 5 എന്താ? പൊസിഷൻ ഡിഫറൻസ് ആണ്, അതായത് സ്ഥാന വ്യത്യാസം. ഇവിടെ നമ്മൾ തേർഡ് ടേമിനകത്തുനിന്നും എയ്ത്ത് ടേമിലെ കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 8 - 3 5. എന്താ പൊസിഷൻ ഡിഫറൻസ്? 8 - 3 ഇൻറ്റു 5 ചെയ്തില്ലേ? ഈ 5 എന്താണെന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം, ഇൻറ്റു d is equal to 40. 40 എന്ന് പറഞ്ഞാൽ x8, എയ്ത്ത് ടേം x8. ഇനി നമുക്ക് ഈ x3നെ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ പ്ലസ് x3 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് മൈനസ് x3 ആവും. അപ്പോൾ എന്ത് എഴുതാം? 8 - 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് is equal to, അതായത് പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് is equal to x8 minus x3. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ x8 minus x3 എട്ടാമത്തെ പദത്തിൽ നിന്നും മൂന്നാമത്തെ പദമാണ് നമ്മൾ കുറയ്ക്കുന്നത്. അതെന്താ? ടേം ഡിഫറൻസ്, അതായത് പദവ്യത്യാസം is equal to d കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഇൻറ്റു ഇതെന്താ? 8 - 3 എന്ന് പറയുന്നത് എന്താ? പൊസിഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ സ്ഥാന വ്യത്യാസം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ റിലേഷൻ എന്താ? ടേം ഡിഫറൻസ് അല്ലെങ്കിൽ the difference between two terms in an arithmetic sequence is equal to common difference into the difference between their position. ഒരു സമാന്തര ശ്രേണിയിൽ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം is equal to പൊതുവ്യത്യാസം into സ്ഥാന വ്യത്യാസം. അതാണ് നമുക്കിവിടെ കിട്ടിയ റിലേഷൻ. അത് നമുക്കൊന്ന് എടുത്തെഴുതി നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഇക്വേഷൻ എന്താ? Difference between two terms is equal to common difference into position difference. രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം is equal to പൊതുവ്യത്യാസം into സ്ഥാന വ്യത്യാസം. അപ്പോൾ നിങ്ങൾ ഒരു സീക്വൻസിൽ രണ്ട് ടേംസ് ആണ് xm എന്നും xn എന്നും കൺസിഡർ ചെയ്യാം. രണ്ട് ടേംസ് ആണ് xm xn. അപ്പോൾ ഇവിടെ ടേം ഡിഫറൻസ് എങ്ങനെ എഴുതാം? xn minus xm. xn minus xm is equal to എന്താ? കോമൺ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് d എന്ന് എഴുതാം. പൊസിഷൻ ഡിഫറൻസ് എങ്ങനെ എഴുതാം? xn എന്ന് പറയുന്നത് nth ടേം ആണ്, xm എന്ന് പറയുന്നത് mth ടേം ആണ്. അപ്പോൾ അവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എന്താ? n minus m. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ടേം ഡിഫറൻസ് is equal to common difference into position difference. പദവ്യത്യാസം is equal to പൊതുവ്യത്യാസം into സ്ഥാന വ്യത്യാസം. ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ കിട്ടും? d ഈക്വൽ ടു ഇവിടെ ഇൻറ്റു n മൈനസ് എം ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ബൈ n മൈനസ് എം ആകും. അപ്പോൾ d ഈസ് ഈക്വൽ ടു xn മൈനസ് xm ബൈ n മൈനസ് എം. അപ്പം ഇതാണ് കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവിടെ നിങ്ങൾക്ക് 6 സീക്വൻസസ് തന്നിട്ടുണ്ട്. ഈ 6 സീക്വൻസസിലായിട്ടും ഓരോ സീക്വൻസിലും വിട്ടുപോയ ടേംസ് നിങ്ങൾ കണ്ടെത്തണം. ഇവിടെ വിട്ടുപോയ ടേംസ് സർക്കിൾസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സീക്വൻസ് എടുത്ത് നോക്കാം. എന്താ ഫസ്റ്റ് സീക്വൻസ്? 24, 42,
കോമ ഡാഷ് ഡാഷ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തന്നിട്ടുണ്ട്, തേർഡ് ടേമും ഫോർത്ത് ടേമുമാണ് കണ്ടെത്തേണ്ടത്. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടെത്തണം. ഇവിടെ അടുത്തടുത്തുള്ള രണ്ട് ടേംസ് തന്നിട്ടുണ്ട്. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? ഈ 42 മൈനസ് 24 ആണ് കോമൺ ഡിഫറൻസ്. x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു d. എന്താ 42 മൈനസ് 24? 42 മൈനസ് 24 18 ആണ്. അപ്പോൾ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്താണ്? 18. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം 42 ആണ്. സെക്കൻഡ് ടേമിന് തേർഡ് ടേം അങ്ങനെ കിട്ടും. സെക്കൻഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ഒരു തവണ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തേർഡ് ടേം കിട്ടും. തേർഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഫോർത്ത് ടേം കിട്ടുക. അപ്പോൾ ഇവിടെ തേർഡ് ടേം എന്താ? x3 ഈസ് ഈക്വൽ ടു x2 സെക്കൻഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ്. സെക്കൻഡ് ടേം 42 ആണ്. 42 പ്ലസ് 18, 42 പ്ലസ് 18 60. ഇനി ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ തേർഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ്. മൂന്നാം പദം പ്ലസ് പൊതുവ്യത്യാസം. മൂന്നാം പദം എത്രയാ? 60 പ്ലസ് പൊതുവ്യത്യാസം എത്രയാ? 18, 18. 60 പ്ലസ് 18 എത്രയാ? 78. ഈ സീക്വൻസിൽ എല്ലാ ടേംസും നമുക്ക് കിട്ടിയില്ലേ? വിട്ടുപോയ ടേംസ് കിട്ടിയില്ലേ? നമുക്ക് ഈ സീക്വൻസ് എങ്ങനെ എഴുതാം? സീക്വൻസ് is equal to 24, 42, 60, 78. നമുക്ക് സെക്കൻഡ് സീക്വൻസ് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമുമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സെക്കൻഡ് ടേമും തേർഡ് ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തടുത്തുള്ള രണ്ട് ടേംസ് തരുമ്പോൾ നമുക്ക് എങ്ങനെ കോമൺ ഡിഫറൻസ് കാണാം? ഈ 42 മൈനസ് 24 ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. 42 എന്ന് പറയുന്നത് തേർഡ് ടേം x3 മൈനസ് x2. x3 മൈനസ് x2 is equal to d. 42 മൈനസ് 24 is equal to എത്രയാ? 18. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? d is equal to 18 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം ആദ്യം കണ്ടെത്താം. സെക്കൻഡ് ടേമിൻ്റെ അകത്ത് കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്ന സമയത്താണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുക, അല്ലേ? കാരണം ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ടേം കിട്ടുക. അപ്പോൾ എന്താ? സെക്കൻഡ് ടേമിൻ്റെ അകത്ത് കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ അങ്ങനെ എഴുതാം x1 is equal to x2 minus d. x2 എത്രയാ? 24. 24 minus 18 എത്ര വരും? 6. ഫസ്റ്റ് ടേം 6 കിട്ടി. നമുക്ക് ഫോർത്ത് ടേം കണ്ടെത്താം. x4. തേർഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോർത്ത് ടേം കിട്ടുക. തേർഡ് ടേം എത്രയാ? 42 പ്ലസ് കോമൺ ഡിഫറൻസ് 18. 42 പ്ലസ് 18 എത്ര വരും? 60. അപ്പം നമുക്ക് ഫോർത്ത് ടേം 60 കിട്ടി. നമുക്ക് സീക്വൻസ് ആക്കി എഴുതി നോക്കാം. എങ്ങനെ വരും? ഫസ്റ്റ് ടേം 6, 24, 42, 60. ഇതാണ് സീക്വൻസ്. ഇനി നമുക്ക് തേർഡ് സീക്വൻസ് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമാണ് നമ്മൾ കണ്ടെത്തുന്നത്. തേർഡും ഫോർത്തും തന്നിട്ടുണ്ട്. തേർഡും ഫോർത്തും അടുത്തടുത്തുള്ള ടേംസ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടെത്താം? ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ എന്താ? x4 മൈനസ് x3 is equal to d. ഫോർത്ത് ടേം 42 മൈനസ് 24 is equal to 18. അപ്പോൾ കോമൺ ഡിഫറൻസ് d is equal to 18 കിട്ടി. ഇനി നമുക്ക് ആദ്യം സെക്കൻഡ് ടേം കണ്ടെത്താം. തേർഡ് ടേമിൻ്റെ അകത്ത് നിന്നും കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ടേം കിട്ടുക. x2 is equal to x3 minus d. തേർഡ് ടേം 24. 24ൻ്റെ അകത്ത് 18 കുറയ്ക്കാം. 24 മൈനസ് 18 എത്രയാ? 6. അപ്പോൾ ഈ സീക്വൻസിലെ സെക്കൻഡ് ടേം 6 കിട്ടി. ഇനി ഫസ്റ്റ് ടേം എങ്ങനെ കിട്ടും? സെക്കൻഡ് ടേമിൻ്റെ അകത്ത് നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്ന സമയത്താണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുക. x1 is equal to x2 minus d. സെക്കൻഡ് ടേം എത്രയാ? 6. 6 minus 18 എത്രയാ?
വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. ഇവിടെ വലുത് എത്രയാണ്? 18 മൈനസ് 6 ചെയ്താൽ 12 കിട്ടും. ദെൻ വലുതിൻ്റെ ചിഹ്നം എത്രയാ? മൈനസ്. അപ്പോൾ -12. അപ്പോൾ ഈ സീക്വൻസിലെ ടേംസ് നമുക്ക് കിട്ടി. എന്താ? ഫസ്റ്റ് ടേം -12, സെക്കൻഡ് ടേം 6, തേർഡ് ടേം 24, ഫോർത്ത് ടേം 42. ഫോർത്ത് സീക്വൻസ് നോക്കാം. ഇവിടെ സെക്കൻഡ് ടേമും ഫോർത്ത് ടേമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ കോമൺ ഡിഫറൻസ് കണ്ടെത്തണം. അടുത്തടുത്തുള്ള ടേംസ് അല്ല തന്നത്. നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. D = കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. ഇവിടെയുള്ള രണ്ട് പദങ്ങൾ ഏതൊക്കെയാണ്? 42, 24. അപ്പോൾ അങ്ങനെ നമ്മൾ ഇക്വേഷൻ n മൈനസ് xm ബൈ n മൈനസ് m. xn ആക്കി എടുക്കേണ്ടത് 42 മൈനസ് 24 ബൈ പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 42 എന്ന് പറയുന്നത് തേർഡ് പൊസിഷനിലെ ടേമാണ്, മൂന്നാമത്തെ പദമാണ്. ദെൻ 24 എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിലെ ടേമാണ്, ഒന്നാമത്തെ പദം. അവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 3 മൈനസ് 1. ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 42 മൈനസ് 24 18 ബൈ 2 എത്രയാ? 9. അപ്പോൾ കോമൺ ഡിഫറൻസ് 9 കിട്ടി. നമുക്ക് ഓരോ ടേമായിട്ട് കണ്ടെത്താം. സെക്കൻഡ് ടേം എങ്ങനെ കിട്ടും? ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. അപ്പോൾ എന്താ? x2 = x1 പ്ലസ് b. ഫസ്റ്റ് ടേം 24 ആണ്. 24 പ്ലസ് b 9 ആണ്. 24 പ്ലസ് 9 എത്രയാ? 33. ദെൻ ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ തേർഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് ആണ്. x3 പ്ലസ് b. തേർഡ് ടേം എത്രയാ? 42 പ്ലസ് പൊതുവ്യത്യാസം 9. 42 പ്ലസ് 9 51. അപ്പോൾ ഈ സീക്വൻസിൽ വിട്ടുപോയ ടേംസ് നമുക്ക് കിട്ടി. അപ്പോൾ സീക്വൻസ് എന്താ? 24, 33, 42, 51. ഇനി നമുക്ക് ഫിഫ്ത്ത് സീക്വൻസ് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേമും തേർഡ് ടേമും തന്നിട്ടില്ല. സെക്കൻഡ് ടേമും ഫോർത്ത് ടേമാണ് തന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം? D = xn മൈനസ് xm ബൈ n മൈനസ് m. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ തന്ന ടേംസ് ഏതൊക്കെയാ? 42, 24. അപ്പോൾ ടേം ഡിഫറൻസ് 42 മൈനസ് 24 ബൈ പൊസിഷൻ ഡിഫറൻസ് ഓഫ് 42 എന്ന് പറയുന്നത് ഫോർത്ത് പൊസിഷനിലെ ടേമാണ്. 24 എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷനിലെ ടേമാണ്. അപ്പോൾ അവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് 4 മൈനസ് 2. 42 മൈനസ് 24 എത്രയാ? 18 ബൈ 4 മൈനസ് 2 2. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാ? 9. നമുക്ക് ഓരോ ടേമായിട്ട് കണ്ടെത്താം. ഫസ്റ്റ് ടേം കിട്ടും. സെക്കൻഡ് ടേമിൻ്റെ അകത്ത് കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്ന സമയത്താണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുക. അപ്പോൾ എന്ത് എഴുതാം? x1 = x2 മൈനസ് b. സെക്കൻഡ് ടേം എത്രയാ? 24 മൈനസ് 9. 24 മൈനസ് 9 എത്രയാ? 15. ഇനി നമുക്ക് കണ്ടത് തേർഡ് ടേം. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് തേർഡ് ടേം കിട്ടും. അപ്പോൾ എന്ത് എഴുതാം? x3 = x2 പ്ലസ് b. 24 പ്ലസ് 9. 24 പ്ലസ് 9 33. അപ്പോൾ സീക്വൻസിൽ എല്ലാ ടേംസും കിട്ടി. ഫസ്റ്റ് ടേം എത്രയാ? 15, സെക്കൻഡ് ടേം 24, തേർഡ് ടേം 33, ഫോർത്ത് ടേം 42. സിക്സ്ത് സീക്വൻസ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേമും തേർഡ് ടേമും കണ്ടെത്തണം. ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. D = xn മൈനസ് xm ബൈ n മൈനസ് m.
ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേംസ് ഏതൊക്കെയാണ്? 42, 24. 42 മൈനസ് 24 ബൈ പൊസിഷൻ ഡിഫറൻസ്. 42 എന്ന് പറയുന്നത് നാലാമത്തെ ടേം, 24 എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേം, ഫസ്റ്റ് ടേം. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 4 മൈനസ് 1. 42 മൈനസ് 24 18 ആണ്. 18 ബൈ 4 മൈനസ് 1 3. 18 ബൈ 3 എത്രയാ? 6. അപ്പം ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എത്രയാ? D ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനി നമുക്ക് ഓരോ ടേം ആയിട്ട് കണ്ടെത്താം. ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. അപ്പം എന്താ എഴുതാം? x2 ഈസ് ഈക്വൽ ടു x1 പ്ലസ് d. ഫസ്റ്റ് ടേം എത്രയാ? 24. 24 പ്ലസ് 6. 24 പ്ലസ് 6 എത്രയാ? 30. ഇനി തേർഡ് ടേം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് ആണ്. x3 ഈസ് ഈക്വൽ ടു x2 പ്ലസ് d. സെക്കൻഡ് ടേം നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടിയിട്ടുണ്ട്. 30 പ്ലസ് 6 എത്രയാ? 36. അപ്പോൾ ഈ സീക്വൻസ് എങ്ങനെ എഴുതും? കിട്ടും 24, എത്ര? 30, 36, 40. അപ്പം സെക്കൻഡ് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് സീക്വൻസിലെ 2 ടേംസ് തന്നിട്ടുണ്ട്. സീക്വൻസിലെ ഫസ്റ്റ് 5 ടേംസ്, ആദ്യത്തെ 5 പദങ്ങൾ കണ്ടെത്താനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സപ്പോസ് നോക്കാം. ഇവിടെ നമുക്ക് തേർഡ് ടേം ഈക്വൽ ടു 34 തന്നിട്ടുണ്ട്. സിക്സ്ത് ടേം ഈക്വൽ ടു 67. ഫസ്റ്റ് 5 ടേംസ് നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ആദ്യം നിങ്ങൾ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കണ്ടെത്തണം. കോമൺ ഡിഫറൻസ് കാണാൻ ലൊക്കേഷൻ എന്താ? D ഈസ് ഈക്വൽ ടു xn മൈനസ് xm ബൈ n മൈനസ് m. അപ്പം ഇവിടെ xn എത്രയാ? 67, xm 34. അപ്പോൾ ഇവിടുത്തെ ടേം ഡിഫറൻസ് 67 മൈനസ് 34. ഇനി പൊസിഷൻ ഡിഫറൻസ്. 67 എന്ന് പറഞ്ഞാൽ സിക്സ്ത് ടേം ആണ്, 34 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം ആണ്. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 6 മൈനസ് 3. 67 മൈനസ് 34 33 ആണ്. 33 ബൈ 6 മൈനസ് 3 3. 33 ബൈ 3 എത്രയാ? 11. അപ്പോൾ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ? 11. ഇനി നിങ്ങൾക്ക് തേർഡ് ടേം ആണ് എന്ത് തന്നത്? 34. നമുക്ക് സീക്വൻസിലെ ഫസ്റ്റ് ടേം കണ്ടെത്തണം, x1. നിങ്ങൾ നോക്കി നോക്ക്, തേർഡ് ടേമിൻ്റെ അകത്തുനിന്ന് ഒരു തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. സെക്കൻഡ് ടേമിൻ്റെ അകത്തുനിന്ന് ഒരു തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം. അതിനർത്ഥം തേർഡ് ടേമിൻ്റെ അകത്തുനിന്ന് 2 തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ തേർഡ് ടേമിൻ്റെ അകത്ത് 2 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാലാണ് ഫസ്റ്റ് ടേം. x1 is equal to x3 minus 2 into d. തേർഡ് ടേം എത്രയാ? 34 മൈനസ് 2 into d എത്രയാ? 11. 34 മൈനസ് 2 into 11 22. എത്ര വരും? 12. അപ്പോൾ സീക്വൻസിലെ ഫസ്റ്റ് ടേം 12 കിട്ടും. നമുക്ക് സെക്കൻഡ് ടേം കാണാം. x2 is equal to ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. 12 പ്ലസ് 11 എത്രയാ? 23. തേർഡ് ടേം 34 തന്നിട്ടുണ്ട്. ഇനി ഫോർത്ത് ടേമോ? x4 is equal to x3 പ്ലസ് d. തേർഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഫോർത്ത് ടേം കിട്ടും. 34 പ്ലസ് 11. 34 പ്ലസ് 11 എത്രയാ? 45. ഇനി ഫിഫ്ത്ത് ടേമോ? ഫോർത്ത് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ ഫിഫ്ത്ത് ടേം കിട്ടും. x5 is equal to x4 പ്ലസ് d. 45 പ്ലസ് 11 എത്രയാ? 56. അപ്പോൾ ആദ്യത്തെ 5 ടേംസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അത് നമുക്ക് സീക്വൻസ് ആക്കി എഴുതാം. ഫസ്റ്റ് ടേം എത്ര നമുക്ക് കിട്ടിയത്? 12 ആണ് കിട്ടിയത്. സെക്കൻഡ് ടേം 23. തേർഡ് ടേം 34. ഫോർത്ത് ടേം 45. ഫിഫ്ത്ത് ടേം 56. അപ്പോൾ ഇതാണ് സീക്വൻസ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ ഫോർത്ത് ടേം 2 ആണ്, സെവൻത്ത് ടേം 3 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് കാണാം, എന്നിട്ട് ഫസ്റ്റ് 5 ടേംസ് കാണാം.
കോമൺ ഡിഫറൻസ് d is equal to xn minus xm by m minus n. xn എത്രയാ 3, xm 2 by m minus n. 3 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേമാണ്? 7th പൊസിഷനിലെ ടേമാണ്. 2 എന്ന് പറയുന്നത് 4th പൊസിഷനിലെ ടേമാണ്. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എത്രയാ? സ്ഥാന വ്യത്യാസം 7 മൈനസ് 4. 3 മൈനസ് 2 എത്രയാ? 1. 1 by 7 minus 4 3. 1 by 3. സോ ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 1 by 3 കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടെത്താം. ഫസ്റ്റ് x1 ഫോർത്ത് ടേമിൻ്റെ അകത്തുനിന്ന് 3 തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുക. ഫോർത്ത് ടേമിൻ്റെ അകത്തുനിന്ന് 1 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ തേർഡ് ടേം കിട്ടും. 2 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ സെക്കൻഡ് ടേം കിട്ടും. 3 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ x1 എന്താ? ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു ഫോർത്ത് ടേം മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഫോർത്ത് ടേം എത്രയാ? 2. 2 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് 1 by 3 ഈക്വൽ 2 മൈനസ് 3 by 3. 3 by 3 എത്രയാ? 1. 2 മൈനസ് 1 1. അപ്പോൾ ഫസ്റ്റ് ടേം എത്ര കിട്ടി? 1 എന്ന് കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ടേം ആണ്. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ടേം കിട്ടും. അപ്പോൾ എന്താ? x2 is equal to x1 plus b. 1 plus 1 by 3. 1 plus 1 by 3 എങ്ങനെയാണ്? 1 into 3 3. 3 plus 1 4. 4 by 3. ഇനി തേർഡ് ടേം എങ്ങനെയാണ്? സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ തേർഡ് ടേം കിട്ടും. x3 is equal to x2 plus d. 4 by 3 അല്ലേ സെക്കൻഡ് ടേം? 4 by 3 plus 1 by 3. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ആഡ് ചെയ്യാം. എന്താ? 4 plus 1 5. 5 by 3. നമുക്ക് ഫോർത്ത് ടേം അറിയാം. ഇനി ഫിഫ്ത്ത് ടേം കാണാം. ഫിഫ്ത്ത് ടേം എങ്ങനെയാണ്? x5 ഫോർത്ത് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. x4 plus d. ഫോർത്ത് ടേം എത്രയാ? 2. 2 plus 1 by 3. 2 plus 1 by 3 എങ്ങനെ ചെയ്യും? 2 into 3 6. 6 plus 1 7. 7 by 3. സീക്വൻസിൽ ആദ്യത്തെ 5 ടേംസ് നമുക്ക് കിട്ടി. ഇത് നമുക്ക് സീക്വൻസ് ആക്കി എഴുതാം. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം എത്രയാ? 4 by 3. തേർഡ് ടേം 5 by 3. ഫോർത്ത് ടേം 2. ഫിഫ്ത്ത് ടേം 7 by 3. തേർഡ് സബ് ക്വസ്റ്റ്യൻ നോക്കും. സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു 5. ഫിഫ്ത്ത് ടേം ഇസ് ഈക്വൽ ടു 2. ആദ്യത്തെ 5 ടേംസ് കാണും. ഫസ്റ്റ് 5 ടേംസ്. അപ്പോൾ ആദ്യം നിങ്ങൾ കോമൺ ഡിഫറൻസ് കാണും. d is equal to xn minus xm by n minus m. nth term ഏതാ? 2. xn is equal to 2. xm is equal to 5. 2 minus 5 by. പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 2 എന്ന് പറയുന്നത് ഫിഫ്ത്ത് ടേം, 5 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം. അപ്പോൾ അവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 5 minus 2. 2 minus 5 എത്രയാ? minus 3. 5 minus 2 3. 3 by 3 1 ആണ്. minus 3 by 3 എന്ന് പറയുമ്പോൾ minus 1. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എത്ര കിട്ടി? minus 1. സെക്കൻഡ് ടേം ആണ് 5. ഫസ്റ്റ് ടേം അങ്ങനെ കിട്ടും. സെക്കൻഡ് ടേമിൻ്റെ അകത്തുനിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുമ്പോൾ ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ എന്താ? x1 is equal to x2 minus d. സെക്കൻഡ് ടേം 5 മൈനസ് d. d എത്രയാ? minus 1. അപ്പോൾ minus 1. 5 minus minus 1 എന്താ? 2 നെഗറ്റീവ് അടുത്ത് വരുമ്പോൾ അത് പോസിറ്റീവ് ആവും. 5 plus 1 6. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയാ? 6. ഇനി നമുക്ക് സെക്കൻഡ് ടേം കിട്ടി. തേർഡ് ടേം നോക്കാം.
തേർഡ് ടേം ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. സെക്കൻഡ് ടേം 3 5. അപ്പോൾ തേർഡ് ടേം ഇസ് ഈക്വൽ ടു x2 പ്ലസ് b 5 പ്ലസ് മൈനസ് 1. 5 പ്ലസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 1. 5 മൈനസ് 1 4. തേർഡ് ടേം 4 കിട്ടി. ഇനി ഫോർത്ത് ടേം ആണ്. ഫോർത്ത് ടേം എങ്ങനെയാണ്? തേർഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ്. തേർഡ് ടേം 3 4 പ്ലസ് മൈനസ് 1. 3 4 പ്ലസ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 1 3. ഫിഫ്ത്ത് ടേം 2 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീക്വൻസ് നമുക്ക് എഴുതി നോക്കാം. എന്താ? ഫസ്റ്റ് ടേം 6, സെക്കൻഡ് ടേം 5, തേർഡ് ടേം 4, ഫോർത്ത് ടേം 3, ഫസ്റ്റ് ടേം ഫിഫ്ത്ത് ടേം 2. അപ്പം ഈ സീക്വൻസ് നിങ്ങൾ നോക്കൂ. ഇതൊരു ഡിസെൻഡിങ് ഓർഡറിലുള്ള സീക്വൻസ് ആണ്. 6, 5, 4, 3, 2.